എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ പരമഗുരുവേ നമ. ഞാൻ ഡോക്ടർ ധന്യ. ഇതിനു മുമ്പ് ഒരു ക്ലാസ് ഇതുപോലെ രമേശിഷ്ടം പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളിപ്പോ കർക്കിടകത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോ കർക്കിടകത്തിന്റെ പ്രാധാന്യവും അതുപോലെ അത് ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ എനിക്ക് അറിയാവുന്ന കുറച്ച് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുവെ എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലെ ശാലിനി? ക്ലിയർ ആണ്. ഓക്കെ. പൊതുവെ നമ്മളെല്ലാം പറയുന്നത് കള്ളക്കർക്കിടകം എന്നാണ്. പണ്ട് കാലത്തെ കർക്കിടകത്തിന് കിട്ടിയിരിക്കുന്ന ഒരു പേരാണ് കള്ളക്കർക്കിടകം എന്ന്. കാരണം ഒരു നല്ലൊരു വേനൽക്കാലത്ത് നിന്ന് പെട്ടെന്ന് എത്തുന്ന ഒരു മഴയും എന്താ പറയാ ഒരു കൂട്ടിപ്പിടിച്ചൊരു മഴയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന ശരീരരോഗങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും എല്ലാം സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സമയമാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെയാണ് അതിനെ കള്ളക്കർക്കിടകം എന്ന് പറയപ്പെടുന്നത്. അതായത് നല്ല ചൂടുള്ളൊരു അവസ്ഥയിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇക്കൊല്ലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂടൊരു 40, 41, 42 ഡിഗ്രി വരെയൊക്കെ പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ കർക്കിടകത്തിലേക്ക് എത്തിയത്. അപ്പോ പെട്ടെന്ന് വന്ന ആ മഴയാവുമ്പോൾ ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് മാറുന്നതും, അതായത് അന്തരീക്ഷത്തിലേക്ക് ഹ്യൂമിഡിറ്റി എല്ലാം വളരെയധികം കൂടുകയും അങ്ങനെ വരുന്ന അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളെല്ലാം തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പൊതുവെ പറയുന്നത് കർക്കിടകത്തിന് കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണും മനസ്സും ഒരുക്കേണ്ട സമയമാണെന്നാണ് പറയുന്നത്. അതായത് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വരുമ്പോൾ നമ്മള് അത് വിളവെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പൊ കർക്കിടകത്തിലെ മണ്ണ് നന്നായിട്ട് ഉഴുതു മറിച്ചിട്ടാലാണ് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് നമുക്ക് ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കർക്കിടകത്തിലെ നമ്മൾ മണ്ണെല്ലാം ഉഴുത് ഇതാക്കി തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒരുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. പൊതുവെ ഈ കാലത്തിൽ വരുന്ന മാറ്റവും അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ വരുന്ന മാറ്റവും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ശരീരത്തെയും അതുപോലെ തന്നെ മനസ്സിനെയും വളരെ ഒരു നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതുമായ ഒരു അവസ്ഥ വരുന്നത്. നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ശരീരം പ്രധാനമായിട്ടും ത്രിദോഷം മീൻസ് 3 ദോഷങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ 7 ധാതുക്കളാലും നിബിഡമായിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മുടെ ശരീരത്തെ പറയുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ളതായിരിക്കും വാതം, പിത്തം, കഫം എന്നൊക്കെ. ഇതൊന്നും ശരിക്കും രോഗം ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ യഥാർത്ഥ രീതിയിലുള്ള പ്രവർത്തനത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ 3 വാതം, പിത്തം, കഫം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് വാദം എന്ന് പറഞ്ഞ ദോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാവിധ മെറ്റബോളിക് ആക്ടിവിറ്റി, അതായത് ദഹന പ്രക്രിയകള്, ഊർജപ്രദായകമായിട്ടുള്ള പ്രവർത്തനങ്ങള് എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് പിത്തദോഷമാണ്. അതുപോലെ ശരീരത്തിന് ബലം, അതുപോലെ സ്ട്രെങ്ത് ഇതൊക്കെ തരുന്നത് കഫദോഷമാണ്. പക്ഷെ ഇതിന്റെ എല്ലാം തന്നെ അനിയന്ത്രിതമായ വർധനവ്, അതായത് കാലത്തിലുണ്ടാവുന്ന വ്യതിയാനം മൂലമാവാം, നമ്മുടെ ചര്യകളിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ മൂലമാവാം, നമ്മൾ കഴിക്കുന്ന ആഹാരം ദുഷിച്ച രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടാവാം, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇതിലെല്ലാം ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയും വാദം പറഞ്ഞ കാലുവേദന, നടുവേദനയൊക്കെ വരുമ്പോൾ വാദം എന്ന് പറയും. പക്ഷെ വാദം എന്ന് പറഞ്ഞ ഒരു രോഗം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ചലന പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം കൂടിയാണ് ഈ വാതം എന്ന് പറയുന്നത്. അപ്പോ ഈ കർക്കിടകത്തിന്റെ ഇതിലേക്ക് വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനവും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ഈ 3 ദോഷങ്ങളിലും ഭയങ്കരമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സപ്തധാതുക്കൾ എന്ന് പറയുന്നുണ്ട്. 7 ധാതുക്കൾ, അതായത് 7 ടിഷ്യൂ ആണ് നമ്മുടെ 7 കോശങ്ങൾ അല്ലെങ്കിൽ 7 തരത്തിലുള്ള കലകളാണ് നമ്മുടെ ശരീരത്തിൽ
ശരീരത്തിലുള്ളത്. രക്തം, മാംസം, അതുപോലെ തന്നെ അസ്ഥികള്, മജ്ജ, അങ്ങനെ പറഞ്ഞ 7 രീതിയിലുള്ള ധാതുക്കളിലാണ്. അപ്പൊ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തില് ദോഷങ്ങളിൽ മാത്രമല്ല വ്യതിയാനം ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഈ സപ്തധാതുക്കളും നമ്മുടെ ശരീരത്തിൽ ക്ഷയം സംഭവിക്കും. അതായത് അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിൽ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് വാതദോഷത്തിനാണ്. ഈ വാതദോഷം അമിതമായി വർദ്ധിക്കും. വാതദോഷം അമിതമായി വർദ്ധിക്കുമ്പോൾ വാദപ്രധാനമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാടായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതാണ് പൊതുവെ മഴക്കാലം ആവുമ്പോൾ വേദനകളെല്ലാം വർദ്ധിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വാതദോഷത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനമാണ്. സാധാരണ നമ്മളൊരു യന്ത്രമൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ ഇപ്പൊ ഒരു മെഷീനൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് ഗ്രീസ് ഒക്കെ ഇടും അല്ലെ, എന്നിട്ട് അതിനൊന്ന് പുനരുജ്ജീവിപ്പിക്കും അല്ലെ. അതുപോലെ തന്നെ ഒരു യന്ത്രമാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അത് സ്ഥിരമായിട്ട് 365 ദിവസവും ഒരു ദിവസം പോലും റെസ്റ്റ് ചെയ്യാണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന് ഇടയ്ക്കെങ്കിലും ഒരു അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അതങ്ങ് നിർജീവമായി പോകും. അതുകൊണ്ട് തന്നെ ഈ ജീവിത യന്ത്രത്തിന് ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളെങ്കിലും ഇടയ്ക്ക് വർഷത്തിലൊരിക്കലെങ്കിലും നടത്തി അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാലമാണ്. പിന്നെ വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർക്കിടകത്തിൽ ഇങ്ങനെ മഴ കൂട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ പ്രധാനമായിട്ടും വായു, അതുപോലെ വെള്ളം, പിന്നെ മണ്ണ്, ഇതെല്ലാം തന്നെ ദുഷിക്കുകയാണ്. അപ്പൊ പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് വൈറസ്, ബാക്ടീരിയ, ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഒരുപാടായിട്ട് വെള്ളത്തിലും വായുവിലും മണ്ണിലൊക്കെ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ രോഗാണുക്കളെല്ലാം കൂടുതലായിട്ട് വരും. അങ്ങനെ രോഗാണുക്കൾ കൂടുതലായിട്ട് വരുമ്പോൾ പൊതുവെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയവും ഈ രോഗാണുക്കളുടെ ആക്രമണവും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗങ്ങൾ വരികയും ചെയ്യും. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് വയറിളക്കം, ഛർദി, പനി, പിന്നെ കൂടുതൽ കാണാറുള്ള പലതരത്തിലുള്ള പനികളുണ്ട്. ഡെങ്കു, ടൈഫോയിഡ്, മലേറിയ, അങ്ങനെ പലതരത്തിലുള്ള പനികളുണ്ട്. വൈറൽ ഫീവറുകളുണ്ട്, പിന്നെ ചിക്കൻ പോക്സ് വരാറുണ്ട്, ചെങ്കണ്ണ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളും വരുന്ന ഒരു പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടകം എന്ന് പറഞ്ഞ മാസം. അതായത് വേനൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരുന്ന ഈ മഴക്കാലം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ജൂലൈ പകുതിയോട് കൂടി തുടങ്ങിയിട്ട് ആഗസ്റ്റ് പകുതി വരെ നിൽക്കുന്ന ആ ഒരു 30-31 ദിവസത്തെയാണ് നമ്മൾ കർക്കിടകം എന്നായി കണക്കാക്കുന്നത് തന്നെ. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയാ, ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ പോന്നിരുന്ന കാലഘട്ടമാണ്. അപ്പൊ പണ്ട് കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് കഞ്ഞി സ്ഥിരമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഉലുവുണ്ട കഴിക്കുക, പിന്നെ ഉഴിച്ചിൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും എണ്ണയിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പണ്ട് കാലത്ത് പത്തില തോരൻ ഉണ്ടാക്കും, അതുപോലെ ദശപുഷ്പം ചൂടും, അങ്ങനെയൊക്കെയുള്ള ഒരു കർക്കിടക ചികിത്സ വളരെ വ്യക്തമായി തന്നെ, അതായത് നമുക്ക് വീട്ടില് അനുശാസിക്കാൻ പറ്റുന്നത്, വീട്ടില് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കർക്കിടക ചര്യ തന്നെ നമ്മൾ പാലിച്ചു കൊണ്ടുവന്നിരുന്ന കാലഘട്ടമാണ് പണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇന്നിപ്പോ അത് കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് ഒരു പഞ്ചകർമ്മ ചികിത്സയിലേക്കും, അതുപോലെ തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന മരുന്ന് കഞ്ഞി പാക്കറ്റുകൾ വാങ്ങിച്ചിട്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കി ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന ഒരു രീതിയിലേക്കും ചുരുങ്ങിയിട്ടും ഉണ്ടെന്ന് തന്നെ പറയാമോ. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഏത് രീതിയിലാണെങ്കിലും ഒരു എന്താ പറയാ, അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കേണ്ട ഒരു സമയം തന്നെയാണ്. മനസ്സിനെയും ശരീരത്തെയും നമുക്ക് ഒരുക്കിയെടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വർഷക്കാലം അല്ലെങ്കിൽ 365 ദിവസമായിട്ട് നടത്തുന്ന ആ പ്രവർത്തനങ്ങൾക്ക്, അതായത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഊർജം സംഭരിച്ച് വീണ്ടും ഒരു വർഷക്കാലത്തേക്ക് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഈ കർക്കിടകം തന്നെയാണ്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ചര്യകളിലും ചിട്ടകളിലും എല്ലാം കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. പറ്റുമെങ്കിൽ ഒരു ഔഷധ ചികിത്സയോ അല്ലെങ്കിൽ ഔഷധ കഞ്ഞി പോലുള്ള കാര്യങ്ങളോ നമ്മുടെ നിത്യമായിട്ടുള്ള ആഹാരത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഒരു കർക്കിടകത്തെ നമുക്കൊരു കാതലാക്കി മാറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട്, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തണുപ്പ് വളരെ കൂടുതലുള്ള സമയമായിരിക്കും. വായു ആണെങ്കിലും എപ്പോഴും ഹ്യൂമിഡ് ആയിരിക്കും, ഒരു തണുത്ത എയർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ തണുത്ത ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത ഭക്ഷണത്തെ അങ്ങ് ഒഴിവാക്കുക. എപ്പോഴും അപ്പ പാകം ചെയ്ത് കഴിക്കാൻ പറ്റും. എനിക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തില് അന്നേരം പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നറിയാം. പക്ഷെ എന്നാലും അങ്ങനത്തെ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോ വളരെ തണുത്തിരിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ പൂർണ്ണമായും വർജിക്കുക. ചെറു ചൂടോടെയുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവിനും ചവർപ്പിനും കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പൊതുവെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദഹനശക്തി വളരെയധികം കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മൾ മധുരം അല്ലെങ്കിൽ കുറച്ച് കയ്പേറിയത് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എരിവിനും ചവർപ്പിനും മുൻതൂക്കം കൊടുക്കണം എന്ന് പറയുന്നത്. അത് വിചാരിച്ച ഒരുപാട് മസാലകൾ ഇട്ടത് കഴിക്കണം എന്നല്ല, നമ്മുടെ ദഹനശക്തിയെ കുറച്ചുകൂടി ഉദ്ദീപിപ്പിക്കുവാനായിട്ട് കഴിയുന്നത് എരിവുള്ള ആഹാര പദാർത്ഥങ്ങൾക്കായിരിക്കും. പൊതുവെ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഇഞ്ചി വെച്ചിട്ടുള്ള കറികൾ, ഇഞ്ചിക്കറി അതുപോലുള്ളതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകം എന്ന് പറയുന്നത്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക. തണുത്ത വെള്ളം അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മലിനമായിരിക്കും. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് പറയുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമുക്ക് പല സംഭവങ്ങൾ ഇട്ടിട്ട് തിളപ്പിക്കാം. ആണെങ്കിൽ ചുക്കിട്ടിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ച് ദഹനശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ജീരകം ഇട്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് വയറ് വീർക്കുക അല്ലെങ്കിൽ ഗ്യാസ് കയറുക അതുപോലുള്ള എല്ലാം തടയാനായിട്ട് നല്ലതാണ്. ജീരകം ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ മല്ലിയിട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ്. ചെറിയ പനിക്കോളൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇതല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നത്, മീൻസ് ഞങ്ങളെല്ലാം പറയുന്നത് ആയുർവേദത്തിന്റെ പ്രിൻസസ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ചെടിയാണ് തുളസി. അപ്പൊ ഈ തുളസിയുടെ 2 ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിലും കുടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പൊതുവെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഈ രോഗാണുക്കളെയൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും എല്ലാം വളരെ നല്ലതാണ് തുളസി ഇല എന്ന് പറയുന്നത്. അപ്പൊ തുളസി ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. നമ്മുടെ വിശപ്പനുസരിച്ച്, ദഹനശക്തിക്ക് അനുസരിച്ച് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളെല്ലാം ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് ഈ പയറുവർഗ്ഗങ്ങളെല്ലാം വയ്ക്കുമ്പോൾ ഒരു ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് വേവിച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ മുളപ്പിച്ച ആഹാരങ്ങൾ, അതായത് ഇപ്പൊ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക, അങ്ങനെ മുളപ്പിച്ച ആഹാരങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷെ മുളപ്പിച്ച ആഹാരങ്ങളോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, അത് കുറച്ച് ദഹിക്കാൻ മുളപ്പിച്ച ആഹാരങ്ങൾ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ദഹനശക്തി കുറവായത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ദഹനശക്തി നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മുളപ്പിച്ച ആഹാരങ്ങൾ വേവിക്കാതെയും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ദഹനശക്തി ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ദഹനശക്തി കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് മുളപ്പിച്ച ആഹാരങ്ങൾ വേവിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഒരു പ്രധാനമായിട്ടുള്ളത് മോര് കാച്ചി കുടിക്കാം. മോര് കാച്ചി കുടിക്കുന്നത് പ്രത്യേകിച്ച് മഞ്ഞപ്പൊടി ഇട്ട്, നമ്മൾ സാധാരണ മോരുകറി ഉണ്ടാക്കുന്ന പോലെയല്ല, വെണ്ണ മാറ്റിയത്, അതിൽ നിന്ന് നന്നായിട്ട് വെണ്ണ മാറ്റിയതിന് ശേഷം അതിൽ മഞ്ഞപ്പൊടി ഇട്ട് മോര് കാച്ചി കുടിക്കുന്നത്, മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് മോര് കാച്ചി കുടിക്കുന്നത് ദഹനത്തെ ഉദ്ദീപിപ്പിക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വളരെയധികം നല്ലതാണ്. അപ്പൊ മോര് കാച്ചി കുടിക്കാം നമുക്കിവിടെ. പിന്നെ ഒരു പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് വർജിക്കണം. തൈര് എന്ന് പറഞ്ഞ സംഭവം അത്ര പൊതുവെ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. മലബന്ധം ഉണ്ടാക്കും, ശരീരത്തിന് വിദാഹിത്വം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ തൈരിന്റെ ഉപയോഗം നിഷിദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തൈര് സാദം അല്ലെങ്കിൽ തൈര് കൊണ്ടുള്ള മറ്റുള്ള സംഭവങ്ങൾ അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം തൈരിന്റെ വെണ്ണ മാറ്റി മോരാക്കിയിട്ട് കഴിച്ചാൽ കുഴപ്പമില്ല. അത് കാച്ചി കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും.
ഇനി പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മാംസാഹാരം വർജിക്കണോ എന്നുള്ളത്. മാംസാഹാരം വർജിക്കണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മുടെ ദഹനശക്തി അനുസരിച്ച് കുറേശ്ശെ കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പൊതുവെ ഞങ്ങള് ആയുർവേദത്തിലെ ആട്ടിൻ മാംസം ഉപയോഗിച്ചുണ്ടാവുന്ന സൂപ്പ് അല്ലെങ്കിൽ അജമാംസ രസായനം അതുപോലുള്ള മരുന്നുകളെല്ലാം നിഷ്കർഷിക്കുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാംസാഹാരം പൂർണ്ണമായും വർജിക്കേണ്ട. പക്ഷെ മാംസാഹാരം കഴിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിശപ്പ് ഉണ്ട് അല്ലെങ്കിൽ ദഹിക്കാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം മാംസാഹാരം കഴിക്കാനായിട്ട്. അപ്പൊ ദിവസവും മാംസാഹാരം ഉപയോഗിക്കാൻ നിൽക്കണ്ട. ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അമിതമായ ഉപയോഗം കുറയ്ക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനമായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകലുറക്കം അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പകലുറങ്ങുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഫദോഷം ഈ കർക്കിടകത്തിന്റെ സമയത്തെ മഴ അങ്ങ് കൂട്ടിപ്പിടിക്കുമ്പോൾ വാതരോഗങ്ങൾ കൂടുന്ന പോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ജലദോഷപ്പനി, അതുപോലെ തുമ്മല്, ഇങ്ങനെയുള്ള മൂക്കടപ്പ്, ഇങ്ങനെയുള്ളതും ടോൺസിലൈറ്റിസ് അങ്ങനെയൊക്കെ വരാനുള്ള വളരെയധികം ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ പകലുറങ്ങുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട് കൊണ്ടാണ് ഈ വക അസുഖങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത്. പകലുറങ്ങുമ്പോൾ ഈ കഫക്കെട്ടിനെ അങ്ങ് കൂട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് പകലുറക്കം തീർത്തും ഒഴിവാക്കണം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ വായു എല്ലാം കുറച്ച് ഹ്യൂമിഡ് ആയിട്ട് അന്തരീക്ഷം മൊത്തം ഒരു വെള്ളത്തിന്റെ അംശത്തോട് നിൽക്കുന്ന സമയമാണ്. ഇങ്ങനെ വെള്ളത്തിന്റെ അംശം കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രോഗാണുക്കളുടെ വളർച്ച വളരെയധികം കൂടുതലായിരിക്കും. ഈ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, വൈറസ് അതുപോലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ വളരെയധികം കൂടുതലായിരിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ധൂപനം ചെയ്യുന്നത് നല്ലതാണ്. ധൂപനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുകയ്ക്കുക. പുകയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പൊ പുകയ്ക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് സന്ധ്യാനേരത്ത് വിളക്ക് വയ്ക്കുന്നതിന് മുന്നായിട്ടൊന്ന് പുകയ്ക്കുക, അല്ലെങ്കിൽ വിളക്ക് വെച്ചതിന് ശേഷം ഒന്ന് പുകയ്ക്കുകയോ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കുന്തിരിക്കം വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഷ്ടഗന്ധ ചൂർണം കിട്ടും. ഇത് ഉപയോഗിച്ചാലും നമുക്ക് പുകയ്ക്കാവുന്നതാണ്. കത്തുന്ന കനലിലേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് പുക കയറ്റുന്നത്. ഈ പുകയ്ക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രോഗാണുക്കളെ ഒഴിവാക്കാനായിട്ട് ഈ പുക സഹായിക്കും എന്നുള്ളതാണ്. പുകയ്ക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഡെങ്കു ഫീവർ ഒക്കെ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയമാണ്. കൊതുക് കുത്തിയിട്ടാണ് ഈ ഡെങ്കു ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ കൊതുകിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ഈ പുകയ്ക്കുക എന്ന് പറയുന്നത്. പിന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് മഴയും കൂട്ടി പിടിക്കുമ്പോൾ നമ്മളാണെങ്കിലും പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ചെറിയൊരു തണുപ്പോട് കൂടി അല്ലെങ്കിൽ ചെറിയൊരു നനവോട് കൂടിയിട്ടായിരിക്കും വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ നനഞ്ഞ വസ്ത്രങ്ങൾ അങ്ങ് ഉപയോഗിക്കുന്നത് കുറച്ച് നിയന്ത്രിതമാക്കണം എന്ന് പറയുന്നത്. കുറച്ച് എന്താ പറയാ, സാധാരണ നമ്മൾ പുകയ്ക്കുമ്പോഴേക്ക് അതിന്റെ അടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുണി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ടും അല്ലെങ്കിൽ ചൂടാകാൻ പറ്റുന്ന രീതിയിൽ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നനഞ്ഞ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ട് നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ വാതരോഗങ്ങളുള്ളവരെ, ശ്വാസം മുട്ടുള്ളവർക്കെല്ലാം ഈ ചെറിയ തണുപ്പോട് കൂടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശരീരശുദ്ധി നടത്തുന്നത് നല്ലതാണ്. ശരീരശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്റ്റേണൽ ശുദ്ധിയല്ല, പുറമേ നമ്മൾ കുളിച്ച് അങ്ങനെയുള്ള ശുദ്ധി മാത്രമല്ല ഞാനിവിടെ ശരീരശുദ്ധി എന്നത് ഉദ്ദേശിച്ചത്. അകത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ശരീരശുദ്ധി എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് വയറിളക്കോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ശോധന നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും നന്നായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആഹാരങ്ങളോ അല്ലെങ്കിൽ ഔഷധങ്ങളോ നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ ദൈനംദിന ചര്യയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതും നന്നായിരിക്കും. പൊതുവെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളൊക്കെ ചേർക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞപ്പൊടി ഇട്ട മോര് കാച്ചി കുടിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട മോര് കാച്ചി കുടിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലത്തെ ഉപയോഗിച്ചും തഴക്കം വന്ന ഒന്നാണ് ചവനപ്രാശം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചുമ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഒരു രസായന ഔഷധമായിട്ട് നമ്മൾ പറയുന്ന ഒരു ലേഹ്യ രൂപത്തിലുള്ള മരുന്നാണ് ചവനപ്രാശം. മധുരാണ്. അപ്പൊ ചവനപ്രാശം 1 ടീസ്പൂൺ വീതം ദിവസവും കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അത് ശരിക്കും ശ്വാസകോശ രോഗങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, പൊതുവെ നമ്മുടെ എല്ലാവിധ ഇമ്മ്യൂണിറ്റീസും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറയുന്ന ഒരു ഇതാണ് ഇന്ദുകാന്തം കഷായം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പൊതുവെ റിക്കറന്റ് ആയിട്ട് വരുന്ന പനിയെ തടയുന്നതിനും അതായത് ഇടവിട്ട് വരുന്ന പനി. ഇപ്പൊ ഒരു പനി വന്നു, അത് മാറി ഒരാഴ്ച കഴിഞ്ഞില്ല, അതിന് മുമ്പ് വീണ്ടും വരിക, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് വീണ്ടും പനി വരിക. അപ്പൊ അങ്ങനെ വരുന്ന റിക്കറന്റ് ഫീവറിന് തടയുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഇന്ദുകാന്തം കഷായം എന്ന് പറയുന്നത്. പൊതുവെ ആയുർവേദ കടകളിലെല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഇന്ദുകാന്തം കഷായം. ഒരു ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാനും നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും മെറ്റബോളിക് ഫങ്ഷൻസ് എല്ലാം കുറച്ചും കൂടെ കൂട്ടുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് ഇന്ദുകാന്തം കഷായം. അപ്പോ വേണമെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അപ്പൊ സാധാരണ നമ്മൾ കഷായം കഴിക്കുമ്പോൾ 15 മില്ലി കഷായത്തിൽ 45 മില്ലി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് 2 നേരമായിട്ട് കഴിക്കാനാണ് പറയാറ്. പക്ഷെ നമ്മളൊരു ഇമ്മ്യൂണിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ കഷായമായിട്ട് കഴിക്കണം എന്നില്ല. ഇന്ദുകാന്തത്തിന്റെ കഷായ ചൂർണം വാങ്ങാൻ കിട്ടാറുണ്ട്. ഇന്ദുകാന്ത കഷായ പൊടി എന്നുള്ള രീതിയിൽ കഷായത്തിന്റെ ചൂർണം വാങ്ങാൻ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കഷായപ്പൊടി വാങ്ങിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 15 ഗ്രാം പൊടിയിട്ട് തിളപ്പിക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 15 ഗ്രാം പൊടിയിട്ട് ജസ്റ്റ് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചെടുക്കില്ലേ, അതുപോലെ നന്നായി തിളച്ചെടുക്കുക. എന്നിട്ട് സാധാരണ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നതിന് പകരം ഈ ഇന്ദുകാന്തത്തിന്റെ ചെറിയൊരു കയ്പ് ഉണ്ടാവും കേട്ടോ. കാരണം കഷായ പൊടിയാണ്, അതിൽ ചേർന്നിരിക്കുന്ന മരുന്നുകളും നമ്മുടെ ദശമൂലങ്ങളും അതുപോലെ ത്രികടും അതുപോലൊക്കെയാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കയ്പ് ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പകരം, സ്ഥിരമായിട്ട് കുടിക്കുന്ന വെള്ളത്തിന് പകരം ഈ ഇന്ദുകാന്തത്തിന്റെ കഷായ പൊടി ഇട്ട് ഉണ്ടാക്കിയ വെള്ളം വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ, അതായത് പത്തില പോലുള്ള ഇലവർഗ്ഗങ്ങളും ബാക്കി പച്ചക്കറികളെല്ലാം ധാരാളമായിട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചുറ്റുപാടിലും അവൈലബിൾ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളും കഴിക്കാം. പഴവർഗ്ഗങ്ങൾ ഇപ്പൊ പഴവർഗ്ഗങ്ങളും ചുറ്റുപാടിൽ അവൈലബിൾ ആയിട്ടുള്ള കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വവ്വാല് അതുപോലുള്ള പക്ഷികളൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതും ധാരാളമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ചേർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു ചെറിയ രീതിയിലുള്ള വ്യായാമം, പ്രത്യേകിച്ച് ഈ കഫക്കെട്ടൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണോ നമുക്ക് വീട്ടിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയുള്ളത്, എന്തെങ്കിലും രീതിയിലുള്ള ശരീരത്തിന് ആയാസം ജനിപ്പിക്കുന്ന രീതിയിലുള്ള, ശരീരത്തിൽ ചെറിയ രീതിയിൽ വിയർപ്പ് പൊടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ഇനി ഞാൻ നേരത്തെ പുകയ്ക്കാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നത് കുന്തിരിക്കം പറഞ്ഞു, അഷ്ടഗന്ധ ചൂർണം പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന വേറൊരു പൊടിയാണ് അപരാജിത ചൂർണം. അങ്ങാടി മരുന്ന് കടയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപരാജിത ചൂർണം. അപരാജിത ചൂർണവും ഇതുപോലെ തന്നെ നമ്മുടെ അതായത് രോഗാണുക്കളെ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ എല്ലാം കളയുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപരാജിത ചൂർണം. നമ്മൾ പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന കാലഘട്ടത്തിൽ അപരാജിത ചൂർണം നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് അപരാജിത ചൂർണം. അത് നമുക്ക് ഈ മഴക്കാലത്തും കുന്തിരിക്കത്തോടൊപ്പം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേറൊരു പ്രധാന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കരമായ മഴക്കാലമാവുമ്പോൾ ഈ ഭൂമിയിൽ ഇറങ്ങുന്ന വെള്ളം തന്നെയായിരിക്കും, മഴ പെയ്ത് ഭൂമിയിൽ ഇറങ്ങുന്ന വെള്ളം തന്നെയായിരിക്കും നമ്മുടെ കിണറുകളിലും ജലസംഭരണികളിലെല്ലാം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ മണ്ണിലുള്ള ഇന്നത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ധാരാളമായിട്ട് അണുക്കൾ ചേർന്ന്, മീൻസ് മണ്ണ് ഭയങ്കരമായിട്ട് മലിനമായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കിണറ്റിലേക്ക് വരുന്ന വെള്ളത്തിലും ആ മലിനത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം തിളപ്പിച്ച് മാത്രം കുടിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് കിണറ്റിലെയും ജലസംഭരണികളിലെയും വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ആലമോ അല്ലെങ്കിൽ തേറ്റാമ്പൽ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.
പണ്ടൊക്കെ വെള്ളം തെളിയാനൊക്കെ ആയിട്ട് ഇട്ടിരുന്ന ഒരു കായാണ് തേറ്റാമ്പൽ എന്ന് പറയുന്നത്. അതൊരു മരത്തിന്റെ കായാണ് കേട്ടോ. അത് തേറ്റാമ്പൽ ഇടുന്നതും ആയുർവേദത്തിൽ നമ്മൾ പറയുന്നത് കതക ബീജം എന്നാണ്. വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു മരുന്നാണ് ഈ തേറ്റാമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ആലമോ അല്ലെങ്കിൽ തേറ്റാമ്പലിന്റെ വിത്ത് മീൻസ് കായയോ വെള്ളത്തില് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലും ജലസംഭരണിയുള്ള വെള്ളത്തിലും ഒക്കെ ഇടുന്നത് വളരെയധികം നന്നായിരിക്കും. നമ്മൾ ധാന്യങ്ങളും അതുപോലെ തന്നെ അരിയെല്ലാം ഉപയോഗിക്കാം. ബാർലി, അരി, ഗോതമ്പ്, ചെറുപയർ വളരെ നല്ലതാണ്. ബാക്കിയുള്ള പയറുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെറുപയർ തന്നെയാണ്. കാരണം കടല മറ്റേ വൻപയറിലേക്കൊക്കെ കടല, വൻപയർ, പരിപ്പിലേക്കൊക്കെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് ഗ്യാസ് ഉണ്ടാക്കുന്നതും വാദത്തെ കുറച്ചും കൂടെ കൂട്ടുന്ന രീതിയിലുള്ളതാണ് അത്തരം ധാന്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ദോഷവശം ഇല്ലാത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ചെറുപയറാണ്. അതുകൊണ്ട് ചെറുപയർ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. പിന്നെ തേൻ ഉപയോഗിക്കാം. മറ്റൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിര എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുതിര പൊതുവെ ചൂടാണ്. പൊതുവെ ചൂടായത് കൊണ്ട് തന്നെ ഈ തണുത്ത ഒരു അന്തരീക്ഷത്തില് നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടെ ചൂടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് മുതിര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് കുട്ടിപ്പിടിച്ച മഴക്കാലം വരുമ്പോൾ പൊതുവെ മുതിര കറി വെച്ച് കഴിക്കാനായിട്ട് പറയാറുണ്ട്. മുതിര കഴിക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം ഞാൻ തേനിന്റെ ഉപയോഗം. തേനും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ തേൻ ഒരിക്കലും ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാൻ പാടില്ല. ഇപ്പൊ തേനല്ലാതെ ഇപ്പൊ തണുത്ത എന്തെങ്കിലും മീൻസ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു സാധനത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തേനല്ലാതെ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം കഫത്തെ ഇളക്കി കളയുന്നതിനും കഫം കുറയ്ക്കുന്നതിനും എല്ലാം വളരെ നല്ലതാണ് തേൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തേൻ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത് കേട്ടോ. ഇനി മറ്റൊന്ന് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ കർക്കിടക ആയി കഴിയുമ്പോൾ ഔഷധക്കഞ്ഞി കഴിക്കാറുണ്ട് അല്ലെ. ഔഷധക്കഞ്ഞി അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔഷധീകരിച്ച കഞ്ഞിയാണ്. നമ്മുടെ അരി ഇപ്പൊ ചിലപ്പോൾ ഞവരേരി ആയിരിക്കാം, ചിലപ്പോൾ ഉണക്കലേരി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അരികളാണ് സാധാരണയായിട്ട് നമ്മൾ ഔഷധ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ അരിയുടെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഔഷധങ്ങളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ ഈ ഔഷധ കഞ്ഞി എന്ന് പറയുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം തന്നെ നമ്മുടെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതായിരിക്കാം, നമ്മുടെ ക്ഷീണത്തെ കുറയ്ക്കുന്നതായിരിക്കാം, ധാതുക്കളുടെ പുഷ്ടി ഉണ്ടാക്കാം, രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔഷധ കഞ്ഞി കഴിക്കാനായിട്ട് പറയുന്നത്. അതായത് ധാതു പുഷ്ടി എന്ന് പറയുന്ന പ്രധാനമായിട്ട് നമ്മുടെ അസ്ഥിധാതുവിനെ വർദ്ധിപ്പിക്കുന്നതിനും വാതദോഷത്തെ കുറയ്ക്കുന്നതിനും നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും രീതിയിലുള്ള ഔഷധങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് ഔഷധ കഞ്ഞി എന്ന് പറയുന്നത്. അപ്പൊ കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് മാർക്കറ്റിലൊക്കെ പാക്കറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കർക്കിടക കഞ്ഞി കൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ തൊടിയിൽ നിന്നെല്ലാം മരുന്നുകളെല്ലാം പറിച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിരുന്നത് അല്ലെ. അപ്പൊ പൊതുവെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് കുറുന്തോട്ടി വേരും കരിങ്കുറിഞ്ഞിയുടെ വേരുമാണ്. കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ളത് നിങ്ങളെല്ലാം കേട്ട് പരിചയമുള്ള ഒരു ചൊല്ലായിരിക്കും അല്ലെ. അപ്പൊ കുറുന്തോട്ടിക്ക് വാദം വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, വാദത്തിനുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഔഷധം എന്ന് പറയുന്നത് കുറുന്തോട്ടിയാണ്. അതുകൊണ്ടാണ് കുറുന്തോട്ടിക്കും വാദമോ എന്ന് പറയുന്നത്. അപ്പൊ വാദരോഗങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഔഷധമാണ് കുറുന്തോട്ടി. അതുപോലെ തന്നെ കരിങ്കുറിഞ്ഞി നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പൊ ഈ കുറുന്തോട്ടിയുടെയും കരിങ്കുറിഞ്ഞിയുടെയും വേര് എടുത്തിട്ട് കഷായം വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഒരു രണ്ടും ഏകദേശം 100 ഗ്രാം വീതം എടുത്തിട്ട് ഒരു 3 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ച് കഷായമായിട്ട് തന്നെ എടുക്കണം. ഒരു 1.5 ലിറ്റർ ആയിട്ട് ഏകദേശം പകുതി ആയിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ട് അത് അരിച്ചെടുത്ത് ആ കഷായത്തില് നമ്മൾ ഞവരരിയോ അല്ലെങ്കിൽ ഉണക്കലരിയോ ചേർത്തിട്ട് ഏകദേശം 100 ഗ്രാമോളം അരിയുടെ ആവശ്യമുള്ളൂ. അത്രത്തോളം അരി ചേർക്കുക. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഔഷധങ്ങളും കൂടെ ചേർക്കാം. അതായത് ശരീരത്തിന് ചൂട് തരുന്നതും വാദത്തെ കുറയ്ക്കുന്നതും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ഔഷധങ്ങളൊക്കെ ചേർക്കാം. പൊതുവെ നമ്മൾ ചേർക്കാറ് ഒന്ന് ഉലുവയും മറ്റൊന്ന് ആശാളിയുമാണ്.
ഉലുവ, ആശാളി ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് അത് ചേർത്ത് നന്നായിട്ട് അരി വേവിച്ചെടുക്കുക. ഈ അരി വെന്ത് നല്ല രീതിയിൽ അരി വെന്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ആട്ടിൻ പാലോ ചേർക്കാം. പശുവിൻ പാല് പൊതുവെ ചേർക്കാൻ പറയാറില്ല. കാരണം എന്താ വെച്ചാൽ പശുവിൻ പാല് ദഹിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പശുവിൻ പാല് ചേർക്കാൻ പറയാത്തത്. പൊതുവെ നമ്മൾ പാല് പല രീതിയിലുള്ള പശുവിന്റെ പാല്, എരുമയുടെ പാല്, ആടിന്റെ പാല് ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ആട്ടിൻ പാലാണ് ഏറ്റവും ദഹിക്കാൻ എളുപ്പം എന്ന് പറയുന്നത്. പൊതുവെ ദഹിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് ആട്ടിൻപാലാണ്. അപ്പൊ ആട്ടിൻപാല് ചേർക്കാം. അതല്ലെങ്കിൽ തേങ്ങാപ്പാല് ചേർക്കാം. തേങ്ങാപ്പാലാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ഈ പാല് ചേർക്കാം. ഈ പാല് ചേർത്തയിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് പൊടിമരുന്ന്, നമ്മൾ പൊതുവെ പറയുന്നത് പൊടിമരുന്ന് എന്നാണ്, കുറച്ച് വേറെ ഔഷധങ്ങളെ പൊടിയാക്കി വെച്ചിട്ട് അത് അങ്ങ് ചേർക്കാവുന്നതാണ്. അപ്പൊ സാധാരണ ഈ പൊടിമരുന്നുകൾ ചേർക്കാവുന്നത് ഒന്ന് മഞ്ഞപ്പൊടി ചേർക്കാം. ചതകുപ്പ അത്ര നമുക്കങ്ങ് കേട്ടുപരിചയം ഉണ്ടാവില്ല ചിലപ്പോൾ. ചതകുപ്പ ശരിക്കും ഞങ്ങൾ മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചതകുപ്പയ്ക്ക് പകരമാണെങ്കിൽ അയമോദകം ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ജീരകം, വെളുത്തുള്ളി, കരിഞ്ജീരകം, ചുവന്നുള്ളി ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ അരച്ചല്ലെങ്കിൽ പൊടിച്ചു ചേർക്കാം. പിന്നെ നാളികേരം വറുത്ത് വെച്ചതുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇത് നമുക്ക് 7 ദിവസം മുതൽ 41 ദിവസം വരെ തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു നേരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 നേരമായിട്ട് ഉപയോഗിക്കാം. ഉച്ചയ്ക്കും രാത്രിയും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഇതാണ് സാധാരണ ശരിക്കും പറഞ്ഞ ഔഷധ കഞ്ഞി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇപ്പൊ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഔഷധ കഞ്ഞി കൂട്ടിലാണെങ്കിലും അരി ഉണ്ടാവും, ആശാളിയും ഉലുവയും അവർ തന്നിട്ടുണ്ടാവും, കഷായത്തിനുള്ളൊരു ചതച്ച മരുന്നിന്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും, പിന്നെ ഒരു പൊടി മരുന്നിന്റെ പാക്കറ്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയാണ്. അതെ, ഈ കഷായത്തിന്റെ മരുന്നെന്ന് പറയുന്നത് കൂടുതലും കരിങ്കുറിഞ്ഞിയും കുറുന്തോട്ടിന്റെയും ചതച്ച വേരുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇനി ഇത് കൂടാതെ നമുക്ക്, ഇതാണ് ശരിക്കും ഒരു ഔഷധക്കഞ്ഞിയുടെ ഒരു ചെറിയൊരു രീതിയാണ് പറഞ്ഞത്. ഇത് കൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന കുറച്ച് മരുന്നുകൾ, അതായത് കറുക, ചെറുള, തിരുതാളി, പിന്നെ മുയൽച്ചെവി, നിലപ്പന, വിഷ്ണുക്രാന്തി, അതായത് നമ്മുടെ എന്താ പറയാ ദശപുഷ്പങ്ങളില്ലേ, ദശപുഷ്പങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. കറുക, ചെറുള എന്നൊക്കെ തിരുതാളി, മുയൽച്ചെവി, നിലപ്പന, വിഷ്ണുക്രാന്തി, കയ്യോന്നി, മുക്കുറ്റി, ഉഴിഞ്ഞ, ഇതിന്റെയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പല്ലാട്ടോ നമ്മൾ ചേർക്കുക. ഇതിന്റെയൊക്കെ ഇല, അതായത് സമൂലം എടുക്കണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ മൂലം നമ്മൾ സാധാരണ എടുക്കാറില്ല, കൂടുതലും ആ ഇല ഭാഗമാണ് എടുക്കാറ്. അത് ഇടിച്ച് കഴിഞ്ഞ ആ നീരില് ഞവരേരിയും ഉലുവയും ആശാളിയും ജീരകമൊക്കെ ചേർത്ത്, ചെറുപയറൊക്കെ ചേർത്തിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിക്കാം. അതും വളരെ നല്ലതാണ്. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷഹര പ്രോപ്പർട്ടി ഉള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ വലിച്ചു കളയുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ചെറുള. അതുപോലെ വിഷ്ണുക്രാന്തി ഉറക്കം നന്നായിട്ടുണ്ടാവാൻ സഹായിക്കും. കയ്യോന്നി നമ്മുടെ ലിവറിന്റെ, കരളിന്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുന്നതിന്, രക്തം വർദ്ധിപ്പിക്കുന്നതിന്, അങ്ങനെയൊക്കെ മീൻസ് ഓരോ മരുന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെല്ലാം. ഇപ്പൊ നിലപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈൽസ്, ഹെമറോയിഡ്, അർഷസ്, മൂലക്കുരുവിനൊക്കെ വളരെയധികം നല്ല ഔഷധമാണ് നിലപ്പന എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ രീതിയിൽ വാദത്തെ കുറയ്ക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും എല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്ന ഔഷധമാണ്. പിന്നെ അതുപോലെ ചെറുളയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അതായത് മൂത്രത്തിൽ കല്ലുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രത്തിന്റെ യൂറിനറി ഇൻഫെക്ഷൻ, അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഔഷധങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇപ്പൊ പൊതുവെ നമുക്ക് കുറച്ചും കൂടെ ഒരു എനർജി, അതായത് നമുക്ക് ഒരു ബലം കുറച്ചും കൂടെ കിട്ടാനായിട്ട് പൊതുവെ ഞങ്ങളിപ്പോ പറയാറുള്ളത് ചുക്ക്, ചെറുപയറ്, ഇന്ദുപ്പും അരി ഇത്രയും ചേർത്തിട്ട് കഞ്ഞി വെച്ചിട്ട് കഴിക്കാനായിട്ട് പറയാറുണ്ട്. അത് വളരെയധികം അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ ഒട്ടും ഊർജ്ജം ഇല്ല എന്ന് തോന്നുക, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഊർജ്ജം പ്രദാനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല. രസം കൂടാനായിട്ട് നെയ്യുടെ അംശം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉപ്പ് സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിനേക്കാളും ഇന്ദുപ്പ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. നമുക്ക് ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഉപ്പ് എന്ന് പറയുന്നത് ഇന്ദുപ്പാണ്. അത് കണ്ണിന് ഹാനികരമല്ലാത്ത ഉപ്പാണ് ഇന്ദുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദുപ്പിന് നമ്മുടെ അതായത് സീ സോൾട്ടിന്റെ അത്രയും ഭയങ്കരമായി ഷാർപ്പായിട്ടുള്ള ഉപ്പ് ഉണ്ടാവത്തില്ല. പക്ഷെ ഇന്ദുപ്പാണ് ചേർക്കുന്നത് കുറച്ചും കൂടെ ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും എന്ന് പറയാം.
ഇനി നമ്മുടെ നമ്മുടെ ആഹാരത്തില് കുറച്ചും കൂടെ ഇപ്പൊ ഔഷധ കഞ്ഞിയുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത വരുന്നതാണ് പത്തില. കർക്കിടകത്തില് പൊതുവേ നമ്മൾ പറയും പത്തില വെച്ച് തോരൻ വെച്ച് കഴിക്കണം, അല്ലെങ്കിൽ പത്തില വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് എന്താണോ ഉണ്ടാക്കാൻ പറ്റുക അത് ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഓരോ നാടിനനുസരിച്ച് ഈ പത്തിലകളുടെ പേരിലെല്ലാം വ്യത്യാസം വരാറുണ്ട്, പത്തിലകളിലും കുറച്ച് വ്യത്യാസം വരാറുണ്ട്. പക്ഷെ പൊതുവെ പത്തില എന്ന് പറയുന്നത് താള്, തകര, ചീര, മത്തൻ, കുമ്പളം, പയറ്, ചേന, ചേമ്പിന്റെ കൂമ്പില, കൊടിത്തൂവ. കൊടിത്തൂവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിയനമില്ലേ, ആനച്ചൊറിയനാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറ്. ആനച്ചൊറിയനം, പിന്നെ തഴുതാമ. ഇത്രയാണ് പത്തിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പത്തിലകളുടെ എല്ലാം തന്നെ കൂമ്പിലകൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. വലുതായ ഇലകളല്ല, അതിന്റെ കൂമ്പിലകളാണ് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെയുള്ള ഇലകൾ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കുന്നതെല്ലാം നല്ലതാണ്. പത്തില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മാത്രം കിട്ടിയോണ്ട് ഒന്നും ആവില്ല. ഇത് മാത്രം കൊണ്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തില് മിനറൽസിനും വിറ്റാമിൻസിനും എല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ യഥാർത്ഥ രീതിയിലുള്ള പ്രവർത്തനത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് ഇലക്കറികളുടെ ഉപയോഗം വളരെയധികം അത്യാവശ്യമാണ്. നമുക്ക് പറയാം ഏകദേശം വിറ്റാമിൻ എ മുതൽ കെ വരെ. വിറ്റാമിൻ കെ ആണ് നമ്മുടെ രക്തം ക്ലോട്ട് ചെയ്യാനായിട്ട്, അതായത് രക്തം ഇപ്പൊ കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങണ്ടേ, ഉണങ്ങല്ല, രക്തം കട്ട പിടിക്കണ്ടേ, ആ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ കെ. അപ്പൊ വിറ്റാമിൻ എ മുതൽ കെ വരെയുള്ള എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഈ പത്തിലകൾ എന്ന് പറയുന്നത്. വളരെ റിച്ച് ആയിട്ടുള്ള എല്ലാ മിനറൽസും ധാതുക്കളും, സോഡിയം, പൊട്ടാസ്യം, അങ്ങനെയുള്ള എല്ലാ ധാതുക്കളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഹലോ, കട്ടായിട്ടില്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? അല്ല, എനിക്ക് പെട്ടെന്നൊരു കോള് വന്നതാണേ. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ ഫോളിക് ആസിഡിന്റെ ഒരു ഭയങ്കരമായ കലവറയാണ് ഈ ഇലകൾ എന്ന് പറയുന്നത്. ഇത് കുഞ്ഞ് അസുഖങ്ങൾ മുതല് വലിയ ക്യാൻസർ വരെയുള്ളതിനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഇലക്കറികളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതായത് ഗർഭിണികളില്, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കൊക്കെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ് ഫോളിക് ആസിഡ്. എപ്പോഴും നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് മന്ത് മുതൽ നമുക്ക് ഫോളിക് ആസിഡ് തന്നു തുടങ്ങും. അതായത് രക്തത്തിന്റെ വർധനവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഇലക്കറികളിൽ. അതുപോലെ തന്നെ ധാരാളമായിട്ട് നാര്, ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് മെറ്റബോളിസത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ശരീരത്തിലുള്ള ദുർമേധസ്സിനെയൊക്കെ അലിയിച്ച് കളയിക്കാനൊക്കെ സഹായിക്കുന്നതാണ് നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പൊ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഇലക്കറികളിൽ. അതുകൊണ്ട് തന്നെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അമിതമായ കൊഴുപ്പിനെ പുറന്തള്ളാനായിട്ടും കൊഴുപ്പിന്റെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനും കൊഴുപ്പിനെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത്. ചീര, നമ്മൾ ചുമന്ന ചീരയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. ചീരയിലൊക്കെ ധാരാളമായിട്ട് ഇരുമ്പ് ഉണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിളർച്ച, അനീമിയ, അപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഒരു 6, 7, 8 പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ തലകറക്കം, രക്തത്തിന്റെ കുറവ് വളരെയധികം ഉള്ള ഒരു സമയമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. പൊതുവെ തലകറക്കം, കണ്ണിന് ചെറിയ ഇരുട്ട് കയറുന്ന പോലെ കുട്ടികളൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഈ ചുമന്ന ചീരയൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ താളാണെങ്കിൽ ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം നല്ലതാണ്. കുമ്പളത്തിന്റെ ഇല രക്തശുദ്ധീകരണത്തിന് നല്ലതാണ്. പിന്നെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ ത്വരിതപ്പെടുത്താനും ബുദ്ധി വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കുമ്പളത്തിന്റെ ഇല. പിന്നെ മത്തന്റെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എ, സി ഇതൊക്കെ കുറേ അധികം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. വിറ്റാമിൻ സി ആണ് നമുക്ക് രക്തം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത്. കരളിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മത്തന്റെ ഇലയില്. പയറിന്റെ ഇല നന്നായിട്ട് ദഹനശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കരൾ വീക്കത്തിന് വളരെയധികം നല്ലതാണ് പയറിന്റെ ഇല എന്ന് പറയുന്നത്. പയറിന്റെ ഇലയിൽ ധാരാളമായിട്ട് മാംസ്യം, അതുപോലെ
വൈറ്റമിൻ എ, സി ഇതൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടും കണ്ണിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദഹനശക്തി, കരളിന്റെ ആരോഗ്യം ഇതിനെല്ലാം വളരെയധികം നല്ലതാണ് പയറിന്റെ ഇല വെച്ച് തോരൻ കഴിക്കുന്നതൊക്കെ. ഇനി ചേമ്പിന്റെ ഇലയിൽ ധാരാളമായിട്ട് കാൽസ്യം ഉണ്ട്, അതുപോലെ ഫോസ്ഫറസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ തഴുതാമ പറഞ്ഞില്ലല്ലോ, തഴുതാമ നമുക്ക് ധാരാളമായിട്ട്, അതായത് യൂറിനറി സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു സംഭവമാണ് തഴുതാമ എന്ന് പറയുന്നത്. ഇത് കരളിന്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും, വിഷത്തെ കളയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ മൂത്രം ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന്, ശരീരത്തിന്റെ നീർക്കെട്ട് കളയുന്നതിനെല്ലാം സഹായിക്കുന്നതാണ് തഴുതാമ. ധാരാളമായും പൊട്ടാസ്യവും നൈട്രേറ്റും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരീരത്തിലെ നീരിനെയൊക്കെ വലിച്ചു കളയാനായിട്ട് നല്ലതാണ്. ചുമ, ഹൃദ്രോഗം പോലുള്ള അവസ്ഥകളിലെല്ലാം നമ്മൾ തഴുതാമ ഉപയോഗിക്കാറുണ്ട്. ചേനയുടെ കൂമ്പലയാണ് കേട്ടോ. ചേനയുടെ കൂമ്പായിട്ട് വരുന്ന തണ്ടിന്റെ ഭാഗില് അതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ചേനയില് ധാരാളമായിട്ട് നാരുകളുണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അതുകൊണ്ട് ചേനയും നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേറൊന്ന് മുള്ളൻ ചീര എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. മുള്ളൻ ചീര ശരിക്കും കൊളസ്ട്രോളിന് വളരെയധികം നല്ലതാണ്. അമിതവണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളതാണ് മുള്ളൻ ചീര. അതുപോലെ കുടലിന്റെ ആരോഗ്യത്തിന് ഒക്കെ വളരെയധികം നല്ലതാണ്. കരളിലെ ക്യാൻസർ, രക്താർബുദം, പിന്നെ ചുവന്ന രക്താണുക്കളുടെ, അതായത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കാനായിട്ട് ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളതാണ് ഈ മുള്ളൻ ചീര എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഈ ഇലകളെല്ലാം നമുക്ക് ആണെങ്കിൽ തോരൻ വെച്ചിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ദിവസവും ഉണ്ടാക്കുന്ന ആഹാരങ്ങളിൽ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പൊ ഈ സാമ്പാർ അതുപോലെ ഉണ്ടാക്കുമ്പോൾ ഈ ഇലകൾ ചേർക്കാം. അതല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് ആ ദോശയിൽ ചേർത്തിട്ട് ഉണ്ടാക്കാം. അട പോലെ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ. അപ്പൊ എങ്ങനെ ഇപ്പൊ ദോശമാവിലൊക്കെ ചേർത്തിട്ട് നമ്മളാക്കുമ്പോൾ കുട്ടികളാണെങ്കിലും അത് ഇല ഉണ്ടെന്ന് അങ്ങ് അറിയില്ല, അതിന്റെ കൂട്ടത്തിൽ അങ്ങ് കഴിച്ചു പോകും. അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് കഴിക്കുകയും ചെയ്യും. ഈ സാധനത്തിന് ഒരു പച്ച കളർ കിട്ടുകയും ചെയ്യും. അപ്പൊ കുട്ടികൾക്ക് ഒരു കൗതുകം തോന്നും. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഈ ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ പൊതുവെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കാൻ മറക്കരുത്. മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ജീരകം ഇത് മൂന്നും ചേർക്കുന്നത് നന്നായിരിക്കും. മഞ്ഞപ്പൊടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ ഇലയൊക്കെ പറിച്ചെടുക്കുമ്പോൾ അതിനകത്ത് വല്ല പുഴുവിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര കഴുകിയാലും ചിലപ്പോൾ മൊത്തമായിട്ട് പോകണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വിഷാംശം ഒന്നും ശരീരത്തിൽ ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ചേർക്കണം എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ ഇലക്കറികൾക്ക് ഒരു ചീത്ത പേരുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കറികൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറും എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയും ജീരകവും ചതച്ച് ചേർക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ, അതല്ലെങ്കിൽ പിന്നെ ചമ്മന്തി പോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്താണോ നമുക്ക് പറ്റുന്നത് അതുപോലെ കഴിക്കാവുന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു കർക്കിടക ചികിത്സ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശരീരശുദ്ധി നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇപ്പൊ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വയറൊഴിഞ്ഞു പോകുന്നതിന് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഒരുപാട് അളവിലുള്ള മരുന്നല്ല, സാധാരണഗതിയിൽ ഒരു 5 ഗ്രാമോ ത്രിഫല പൊടി ഒരു 5 ഗ്രാം കഴിക്കാനോ, അല്ലെങ്കിൽ അവിപ്പത്തിച്ചൂർന്ന് ഒരു 5 ഗ്രാം കഴിക്കാനോ, അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുകയാണെങ്കിൽ വയറൊന്ന് ലൂസായിട്ട് പോകും. അങ്ങനെ ലൂസായിട്ട് പോകുമ്പോൾ ശരീരം കുറച്ച് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് അതല്ലാതെ പോയി ഉഴിച്ചില് പിഴിച്ചില് അങ്ങനെയുള്ള ക്രിയകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർക്കിടക ചികിത്സ ചെയ്യാവുന്നതാണ്. പൊതുവെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ്. കാരണം ശരീരത്തിലെ എല്ലാ ദോഷങ്ങളും ദുഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനെല്ലാം പുറം തള്ളി ശരീരത്തെ ശുദ്ധമാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയമായിട്ട് പറയുന്നതാണ് കർക്കിടകം. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പഞ്ചകർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ചികിത്സാ ക്രിയകളാണ് പഞ്ചകർമ്മത്തിൽ വരുന്നത്. ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് ചെയ്യുന്നത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം. വമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കലാണ്. വിരേചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിളക്കം, മരുന്ന് കൊടുത്തിട്ട് വയറിളക്കം ഉണ്ടാക്കുക. വസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിമ, നമ്മുടെ മലദ്വാരത്തിലൂടെ മരുന്ന് കയറ്റിയിട്ട് മലാശയത്തിനെയും അതുപോലെ ശരീരത്തിലെ ദോഷങ്ങളെ എല്ലാം കളയാൻ വേണ്ടിയിട്ടാണ്. നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിലൂടെ മരുന്ന് വെച്ചിട്ട് തലയും തോളിന് മുകളിലോട്ട് വരുന്നിരിക്കുന്ന ഭാഗങ്ങളിലുള്ള ദോഷങ്ങളെ കളയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
രക്തമോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷിച്ച രക്തം എവിടെയാണോ കൂടിക്കിടക്കുന്നത് അതിനെ വലിച്ചെടുത്ത് കളയുന്നതിനാണ്. അത് സാധാരണയായിട്ട് നമ്മൾ അട്ടയിട്ട് കളയാറുണ്ട്, അല്ലെങ്കിൽ വെയിൻ മുറിച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ പ്രച്ഛാനം പോലുള്ള അങ്ങനെയുള്ള ചികിത്സകൾ വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷെ അപ്പൊ ഇതാണ് നമ്മൾ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. പക്ഷെ ഈ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തെ ഒന്ന് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തെ എണ്ണയിട്ട് ഉഴിച്ചില് അല്ലെങ്കിൽ പിഴിച്ചില് പോലുള്ള എണ്ണയിട്ട് വിയർപ്പിച്ച് ശരീരത്തെ ഒന്ന് ഉരുക്കിയെടുക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിട്ട് ഉഴിയാറുണ്ട്, അല്ലെങ്കിൽ ഇലക്കിഴി അല്ലെങ്കിൽ ഞവരക്കിഴി, പിഴിച്ചില്, അങ്ങനെയുള്ള പല ചികിത്സാക്രമങ്ങളും നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുന്നതാണ് അല്ലെ. പക്ഷെ നമുക്ക് വീട്ടിൽ എന്താണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത്? അപ്പൊ ദിവസവും എണ്ണയിട്ടുള്ള കുളി ശീലമാക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പ്രത്യേകിച്ചും വാദ രോഗങ്ങളുള്ളവര്, വാദം കൂടിക്കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാലുവേദന, കൈവേദന, നടുവേദന, കഴുത്തുവേദന, ഇതുപോലുള്ള എല്ലാ വേദനകളും ഉണ്ടാവും. അപ്പൊ ഈ വേദനകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വാദത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ശരീരത്തിലെ എണ്ണയിട്ട് കുളിക്കാനായിട്ട് പറയുന്നത്. ദിവസവും എണ്ണയിട്ട് കുളിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. തലയും ദേഹവും ദിവസവും കഴുകണം എന്നാണ് പറയുന്നത്. അപ്പൊ ദിവസവും എണ്ണ ശരീരത്തിലും തലയിലും ദിവസവും എണ്ണയിട്ട് കുളിക്കുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഈ എല്ലാവരും തിരക്ക് പിടിച്ച് ഓടുന്ന ഈ ഒരു കാലഘട്ടത്തില് ഒരു പക്ഷേ നമുക്ക് ശരീരത്തിലും തലയിലും എല്ലാം ദിവസവും എണ്ണയിട്ട് കുളിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് അറ്റ്ലീസ്റ്റ് തലയിലും അതുപോലെ തന്നെ ചെവിയിലും കൈപ്പത്തിയിലും കാലിന്റെ പാദത്തിലും എണ്ണയിടാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ വാദത്തെ നമുക്ക് ഒരു പകുതി വരെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണയിട്ട് കുളിക്കുക. അപ്പോൾ എണ്ണയിട്ട് കുളിക്കുമ്പോൾ വേറൊരു പ്രധാനമായ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലായിരിക്കണം ദേഹം കഴുകേണ്ടത്. എണ്ണയിട്ട് കുളിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്. തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവും. അപ്പൊ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇപ്പൊ വാതരോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, പൊതുവെ കൈവേദന, കാൽവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വെള്ളം ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും തൊടിയില് ഏതെങ്കിലും ഔഷധ ഇലകൾ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇലകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവണക്കിന്റെ ഇല ഉപയോഗിക്കാം, വാളംപുളിയുടെ ഇല ഉപയോഗിക്കാം, മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാം, പിന്നെ ആടലോടകത്തിന്റെ ഇല ഉപയോഗിക്കാം, വാദം കൊല്ലി ഉപയോഗിക്കാം, കരിനുച്ചി ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തൊടിയിൽ കിട്ടുന്ന ഏത് ഇലയാണോ ഉള്ളത് ആ ഇല കുറച്ച് പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പൊ വാദത്തെ കുറയ്ക്കാനും സഹായിക്കും, ശരീരത്തിന് എണ്ണമയം ഉണ്ടാക്കുകയും ചെയ്യും, വേദനകൾ കുറയുകയും ചെയ്യും. അപ്പോൾ എന്ത് എണ്ണ ഇട്ട് കുളിക്കണം എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. അപ്പോ സാധാരണഗതിയിൽ നമ്മുടെ ഓരോരുത്തരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോ എണ്ണകളാണ് പറയാറ്. ഇപ്പൊ ഓരോ എണ്ണയും അങ്ങനെ ഒരു രോഗാവസ്ഥയൊന്നും ഇല്ല, പൊതുവെ എന്തെങ്കിലും എണ്ണ മതി എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ല എണ്ണയോ ഇട്ട് കുളിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നല്ല വേദന, ശരീരം വേദനയുണ്ട്, ശരീരത്തിൽ ചെറിയ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കൊട്ടൻ ചുക്കാദി തൈലം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അത്ര നീർക്കെട്ടൊന്നുമില്ല, ശരീരത്തിന് വേദന മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ധന്വന്തരം തൈലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാരായണ തൈലം ഉപയോഗിക്കാം. അപ്പൊ ഇതിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഔഷധീകരിച്ച എണ്ണകള് ദേഹത്തെ തേച്ച് ഉടനെ തന്നെ പോയി കുളിച്ചത് കൊണ്ട് ഗുണമുണ്ടാവില്ല. തേച്ച് ഒരു 10-15 മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ആ എണ്ണ ശരീരത്തിൽ ത്വക്കിൽ ഉണ്ടാവണം, എന്നാലാണ് അതിന്റെ ആഗിരണം നടക്കത്തുള്ളൂ. അപ്പൊ കുറച്ചു നേരമെങ്കിലും പിന്നെ വെച്ചതിന് ശേഷം ചൂടുവെള്ളത്തിലും കൊണ്ട് കുളിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പൊ അങ്ങനെ കുളിക്കുക. പിന്നെ തല കഴുകുന്നത് പച്ചവെള്ളം മതി കേട്ടോ, ചൂടുവെള്ളം വേണ്ട. തല ചൂടുവെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ ആരോഗ്യം കുറയും, അതുപോലെ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് വരികയും ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ദേഹം നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുക, തല കഴുകുന്നത് എപ്പോഴും തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ദിവസം എണ്ണയിട്ടുള്ള കുളിയാണ് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ദിവസവും ചെറിയ രീതിയിലെങ്കിലും വ്യായാമം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആഹാരശീലവും നമ്മുടെ ദിവസവും നടക്കുന്ന ചര്യകളിലും തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കും. ശരീരത്തിൽ അടിഞ്ഞു കൂടും. ഇപ്പൊ പ്രത്യേകിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഹാരശീലത്തിലുള്ളൊരു പ്രധാന ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വൈകിയ ആഹാരം കഴിക്കുന്ന, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ വളരെ വൈകിയ ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിച്ച് ദഹിക്കുന്നതിന് മുമ്പ് അടുത്ത ആഹാരം കഴിക്കുക,
അമിതാഹാരത്തിന്റെ ഉപയോഗം, ഇങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി ആഹാരശീലങ്ങളിലും നമ്മുടെ ചര്യകളിലും യഥാസമയത്ത് കിടന്നുറങ്ങാനായിട്ട് പോവുക, വെളുപ്പിന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള ആഹാരത്തിലും നമ്മുടെ ചര്യകളിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി നമുക്ക് രോഗങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തും. ശരീരത്തിൽ അമിഞ്ഞു കൂടുന്ന ടോക്സിൻസിനെ ഇല്ലാതാക്കാനും രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ടും സഹായിക്കും. അപ്പോ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉചിതമായ രീതിയിലുള്ള ആഹാര ചിട്ടകളും ചര്യകളും കൂടെ പാലിച്ചിട്ട് നമ്മുടെ ശരീരത്തെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഏതെങ്കിലും രസായന ഔഷധങ്ങൾ കൂടി കഴിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ രോഗങ്ങളെല്ലാം തടഞ്ഞു നിർത്തി നമുക്ക് ആരോഗ്യപരമായിട്ട് പോകാനായിട്ട് സഹായിക്കും. അപ്പൊ ഇതാണ് കർക്കിടകത്തില് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഇതിൽ കർക്കിടകത്തിൽ പെട്ടെന്ന് കണ്ടുവരുന്നത് ഒന്ന് വാതരോഗങ്ങളാണ്. വാതരോഗങ്ങൾക്ക് ഞാൻ പറഞ്ഞു എണ്ണീട്ട് കുളിക്കുക എന്നുള്ളത്. പിന്നെ കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, അങ്ങനെ വേദനകൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന ഉള്ള ഭാഗത്ത് വേണമെങ്കിൽ കർപ്പൂരാതി തൈലമോ മുറിവെണ്ണയോ ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നത് നന്നായിരിക്കും വേദന കുറയ്ക്കാനായിട്ട്. പിന്നെ പൊതുവെ വരുന്നതാണ് ജലദോഷപ്പനി. ജലദോഷപ്പനിയാണ് കുട്ടികളിലും അല്ലെങ്കിൽ വലിയ ആളുകളിലൊക്കെ ജലദോഷപ്പനി ധാരാളമായിട്ട് വരാറുണ്ട്. നമ്മൾ ദിവസം നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ച് വരുന്നതിന് ചുക്ക് കാപ്പി, ചുക്ക്, ജീരകം, മല്ലി, തുളസിയില, പനിക്കൂർക്കയില ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന, കുരുമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. രസം നമ്മൾ ഇടയ്ക്ക് സദ്യക്കൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ളതാണ് രസം, അല്ലെ? അപ്പൊ രസത്തിന്റെ ഉപയോഗം വളരെ ഈ ഒരു സമയത്ത് രസത്തിന്റെ ഉപയോഗം നല്ലതാണ്. കാരണം ദഹനശക്തി വർദ്ധിപ്പിക്കാനും ആഹാരം പെട്ടെന്ന് ദഹിക്കാനുമായിട്ട് സഹായിക്കും. ഇഞ്ചിക്കറിയുടെ ഉപയോഗം നല്ലതാണ്. മോര് മഞ്ഞപ്പൊടിയിട്ട് കാച്ചി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചുക്ക് കാപ്പിയൊക്കെ കഴിക്കുക. പക്ഷെ ഒരു ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഒരു ദിവസത്തിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്. വൈദ്യനെ കാണുക, ഡോക്ടറെ കാണുക എന്നുള്ളത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള പനികൾ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടതാണ്. പിന്നെ ഈ സമയത്ത് വരുന്ന മറ്റൊരു അസുഖമാണ് ടോൺസിലൈറ്റിസ്. കാരണം തണുപ്പങ്ങ് അടിക്കുമ്പോഴേക്കും തന്നെ തൊണ്ട വിഴുങ്ങി വെള്ളം ഇറക്കാൻ പറ്റണില്ല, തൊണ്ട വേദനയായി ഭയങ്കര ബുദ്ധിമുട്ടായി, അല്ലെ? ടോൺസിലൈറ്റിസ്. അപ്പൊ ടോൺസിലൈറ്റിസിന് ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിയിലൂടെ കാറ്റ് കയറുന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന മുയൽച്ചെവി കണ്ടിട്ടുണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുയൽച്ചെവി. മുയൽച്ചെവി ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ഏറ്റവും ഫലമായ ഔഷധമാണ് മുയൽച്ചെവി എന്ന് പറയുന്നത്. മുയൽച്ചെവിയെ അരിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചിട്ട് തൊണ്ടയില് അതുപോലെ ചെവിയുടെ താഴെയായിട്ട് പുരട്ടുന്നത് നല്ലതാണ്. 1-2 തുള്ളി മുയൽച്ചെവിയുടെ നീര് നെറുകയിൽ വെക്കുന്നത് നല്ലതാണ്. മുയൽച്ചെവിയുടെ നീര് അകത്തേക്ക് കഴിക്കുന്നതും ടോൺസിലൈറ്റിസിന് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പൊ ഭയങ്കര കൂടുതലായിട്ട് കാണുന്നതാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള പനിയായിരിക്കും. ടെമ്പറേച്ചർ അങ്ങ് ഭയങ്കര ഹൈക്കിലേക്ക് പോവും, വിറച്ച് പനിയായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും പനി വരുന്നത്. ആ പനി അങ്ങ് വന്ന് ഭയങ്കര വിറച്ച് തുള്ളി അങ്ങ് പനി അങ്ങ് കുഴഞ്ഞു പോകുന്ന പോലെ ഭയങ്കരമായി ക്ഷീണത്തിലേക്ക് പോവുകയും ചെയ്യും. വയറിളക്കം ഉണ്ടാവാം, ഛർദി ഉണ്ടാവാം. ഇതാണ് ഡെങ്കിപ്പനി. അപ്പൊ ഡെങ്കിപ്പനിയില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറൽ ഫീവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡെങ്കിപ്പനിയെ എടുക്കാറ്. ഞങ്ങൾ അതിന് സുദർശനം ഗുളിക കൊടുക്കും, അമൃതോത്തരം കഷായം കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ് പൊതുവെ. പിന്നെ വില്വാദി ഗുളിക കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ പൊതുവെ കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ പപ്പായയുടെ തളിരിലയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് പറയാറുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെട്ടെന്ന് കുറഞ്ഞു പോകും ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, അങ്ങ് തളർന്ന പോലെ ആയി പോകും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ ഒന്ന് നോർമലൈസ് ചെയ്യാനും ഈ ക്ഷീണത്തെ കുറയ്ക്കാനൊക്കെ പപ്പായയുടെ തളിരിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതുപോലെ തന്നെ വേറൊന്നാണ് ടൈഫോയിഡ്. ടൈഫോയിഡിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പനിയായിരിക്കും വരുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈഫോയിഡിൽ നമ്മൾ സാധാരണ സുദർശനം ഗുളിക തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ എങ്ങനെ ഹൈ ആകുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ട് വേറെ മരുന്നുകളും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പൊ ഈ മോസ്കിറ്റോ, അതായത് കൊതുകിനെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകയ്ക്കലൊക്കെ ഒരു പരിധി വരെ കൊതുകുകളുടെ ഒക്കെ ഇപ്പൊ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക, പുകയ്ക്കുക. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുന്തിരിക്കോ അല്ലെങ്കിൽ അപരാജിത ചൂർണം, കർപ്പൂരം ഒക്കെ ഇട്ടിട്ട് പുകയ്ക്കുന്നതൊക്കെ നന്നായിരിക്കും. പിന്നെ വെള്ളം കുടിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ വെള്ളം നമുക്ക് മല്ലി, ജീരകം, ചുക്ക് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ ഒരുവിധം ഞാനെല്ലാം ഇതും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നന്നായിട്ട് ഒരു നല്ല കരുതലോടെ പോയിട്ട് കർക്കിടകത്തിൽ ആവശ്യമായ ചര്യകളും ആഹാര രീതികളും എല്ലാം അനുഷ്ഠിച്ചിട്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ച് രോഗങ്ങളില്ലാതെ നല്ലൊരു ആരോഗ്യപരമായ അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ചിരുന്ന സ്മൈൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നിങ്ങനൊരു ക്ലാസ്സിലേക്ക് ക്ലാസ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് രമേശ് ചേട്ടനാണ്. എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് രമേശ് ചേട്ടനാണ്. അപ്പോൾ രമേശ് ചേട്ടനോട് ഞാനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.